ഫേക്ക് ഫേക്ക് ഫ്രണ്ട്ഷിപ്പ്, അട്ടർ ഫേക്ക്, അവസരം മുതലെടുക്കുന്ന ഫേക്ക് ഫ്രണ്ട്ഷിപ്പുകൾ. ഗാർഡൻ ഏരിയയിലെ സോഫയിൽ വന്നിരുന്നിട്ട് അനീഷ് ഒറ്റയ്ക്ക് സംസാരിക്കുകയാണ്. അനീഷ് ആകെ വയലൻ്റ് ആയിട്ടിരിക്കുന്ന പോലെ, എന്തോ മുഖമൊക്കെ എങ്ങും വല്ലാതിരിക്കുന്നു. ടെൻഷൻ എടുത്തിട്ടാണെന്ന് തോന്നുന്നു. ഷാനവാസിൻ്റെ ഭാഗത്തുനിന്ന് ഇന്നിങ്ങനെ ഒരു ഇത് പ്രതീക്ഷിച്ചതേ അല്ല. അനീഷിനെ അറിയിക്കാതെ ഒരു പ്രാങ്ക് പരിപാടി ഒപ്പിച്ച് ബാക്കി 6 പേരോട് ആ കാര്യം പറയുന്നു. അനീഷിനെ ഒഴിവാക്കി. അപ്പോൾ അതായിരിക്കണം അനീഷിനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷനാക്കിയേക്കുന്നത്. ആഹാരം കഴിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് കുറേ സമയമായിട്ട് ബെഡിൽ കിടക്കുകയായിരുന്നു. ആര്യം വന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അട്ടർ ഫേക്ക് ഫ്രണ്ട്ഷിപ്പ്, അവസരവാദി എന്നൊക്കെ അനീഷിരുന്ന് പറയുന്നുണ്ട്. ഒറ്റയ്ക്കാണ്, വേറെ എവിടെങ്ങും ആരുമില്ല. ഫേക്ക് ഫ്രണ്ട്ഷിപ്പ്, ഒരാളെയും വിശ്വസിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. അനീഷ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിനോട് ഭയങ്കര സ്നേഹമാണ്. പക്ഷേ ഷാനവാസിൻ്റെ ഭാഗത്തുനിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള പണി കിട്ടുമ്പോഴാണ് അനീഷിന് ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാവുന്നത്. അനീഷിന് മാത്രമേ അങ്ങോട്ട് സ്നേഹമുള്ളൂ. ഷാനവാസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ട്രൂ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല. പാവം ഒറ്റയ്ക്കിരുന്ന് പറയുകയാണ്, വിശ്വസിക്കരുത്, ആരെയും വിശ്വസിക്കരുത്. എനിക്ക് കുറച്ച് ഫ്രണ്ട്സേ ഉള്ളെന്ന് പറയുന്നു. എന്തിനാണ് ഒരുപാട് ഫ്രണ്ട്സ്? പുറത്ത് നിൽക്കുന്ന ഫ്രണ്ട്സൊക്കെ എത്രയോ നല്ല ഫ്രണ്ട്സ്, ഇതുപോലുള്ള ഫേക്ക് ഫ്രണ്ട്സ് അല്ല. ഏത് ഘട്ടത്തിലും നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഫ്രണ്ട്സാണ് അവർ. ഇങ്ങനെ ചതിക്കത്തില്ല. ഇങ്ങനെയുള്ള അട്ടർ ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും നമ്മൾ കൂടെ വെക്കരുതെന്ന് അനീഷ് പറയുന്നു.